Morning everyone. Today we are going to discuss about the chapter Implications of Equality of Educational Opportunities. Okay, let's go. First of all, what is equality? Equality എന്നാൽ എന്ത്? നമുക്കറിയാം ഈക്വാലിറ്റി അതിലുള്ള ഈക്വൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈക്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഒന്നിലധികം ആളുകൾക്ക് തുല്യമായ അവസരം നൽകുക. അതാണ് ഈക്വാലിറ്റി. അല്ലേ? എല്ലാ ആളുകൾക്കും എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ആയിട്ടുള്ള അവസരം നൽകുക, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അതാണ് ഈക്വാലിറ്റി. The term equality means the absence of special privileges to any section of the society and the provision of adequate opportunities for all individuals without any discrimination. അതിന് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് എന്താണ്? അതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. The preamble to the Indian Constitution secures to all citizens of India equality of status and opportunity. This is tried to achieve through various provisions in the constitutions as well through various laws and policies enacted from time to time. അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പോളിസീസ് ആൻഡ് ലോസ് ഒക്കെ ഇനാക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഇക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി. എന്താണ് ഇക്വിറ്റിയും ഈക്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇക്വിറ്റിയും ഈക്വാലിറ്റിയും സെയിം ആണെന്ന്. അത് പക്ഷെ അല്ല. ഇറ്റ് ഹാസ് സം ഡിഫറൻസസ്. അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇക്വിറ്റി പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ആളുകൾക്കനുസരിച്ചാണ്. അതായത് ഓരോ വ്യക്തിയുടെയും കഴിവിനനുസരിച്ച് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈക്വാലിറ്റി പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതാണ് ഈക്വാലിറ്റി. അതുപോലെ തന്നെ ഇക്വിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കനുസരിച്ച് നമ്മൾ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി ഡിസേബിൾഡ് ആണ്, മറ്റു കുട്ടി നോർമൽ ആണ്. അപ്പൊ നമ്മൾ ഇവർക്ക് 2 പേർക്കും സൈക്കിൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരുപോലെയുള്ള സൈക്കിളാണോ വാങ്ങിക്കുക? അല്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ള കുട്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ളതാണ് വാങ്ങുക. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കനുസരിച്ചിട്ടുള്ള അപ്ലിഫ്റ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഇക്വിറ്റി. അത് ഓർഗനൈസേഷൻ ലെവലിലാണെങ്കിലും ഫാമിലി ലെവലിലാണെങ്കിലും ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വിറ്റി ഉണ്ടെങ്കിൽ എന്താണ്? അവരെയും, അതായത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെയും അവരെ പരിഗണിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോഴാണ് അവിടെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഇക്വിറ്റിയും ഈക്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. The term equity refers to fairness and justice, and the term equality refers to equal opportunity, equal access, equal treatment, equal sharing and division, that is keeping everyone at the same level. The next topic, equality of educational opportunities. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിലുള്ള ഈക്വാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി is the idea that all students should have access to a high quality education regardless of their background or circumstances. ഈ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിയിൽ എന്താന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും അവരുടെ എഡ്യൂക്കേഷൻ ഹൈ ക്വാളിറ്റിയിൽ കൊടുക്കണം. അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ എന്ത് സർക്കംസ്റ്റൻസസ് നോക്കാതെ എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. Okay, this include access to the same education resources, opportunities and support service, access to quality schools, qualified teachers and challenges curriculum, opportunities for extracurricular activities and inclusive learning environment that adapts to the needs of each student. എന്തൊക്കെയാണ് equality of educational opportunities പറയുന്നത്. The next point, we can move to the point, adequate measures have been taken by the framers of the Constitution to see that social justice, economic and educational interest for the weaker section of the people are protected in the best possible manner. എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് എന്താണ്? വീക്കർ സെക്ഷൻസിലുള്ള ആളുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ്. അവർക്ക് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പഠിക്കാനും ഇതിനൊന്നും പോവുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. ആർട്ടിക്കിൾ 45, the constitution clearly directs that the provision of universal free and compulsory education is the joint responsibility of the center and the states. അത് നിർബന്ധമാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 45 കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ടുള്ള ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു.
The next point, constitutional provisions for ensuring equality in education. എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം, എൻഷുർ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അതായത് ആർട്ടിക്കിൾ 21 ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. The next article 30 education for minorities, article 29 safeguard for linguistic minorities, education for weaker section, secular education, equality of opportunity in education, women's education. These are the constitutional provisions for ensuring equality in education. The next topic, inequality in schooling. സ്കൂളിംഗിൽ എന്തൊക്കെ inequalities ആണ് കണ്ടുവരുന്നത് നോക്കാം. Some types of inequalities in education include, അത് നമുക്കറിയാം സ്കൂളിംഗിൽ എന്തൊക്കെയാണ് അല്ലെ, ജെൻഡർ inequalities ഉണ്ടാകും ഇല്ലേ, അവിടെ ജെൻഡർ inequalities എന്തായാലും ഉണ്ടാവും. അതായത് ഗേളും ബോയും തമ്മിലുള്ള വ്യത്യാസം. ഗേൾസിനും കൂടുതൽ പഠിക്കാൻ പാടില്ല, അവര് 18 വയസ്സായ കല്യാണം കഴിക്കണം, കുട്ടി ഉണ്ടാവണം. അവര് അതിന് സൊസൈറ്റിന്ന് ഒരുപാട് പ്രഷേഴ്സ് വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അതാണ് ജെൻഡർ ഇനീക്വാലിറ്റീസ്. റേഷ്യൽ ഇനീക്വാലിറ്റീസ് അതും ഉണ്ട്. ഇനീക്വാലിറ്റി, ഡിസാബിലിറ്റി ഇനീക്വാലിറ്റി, അൺഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇമിഗ്രൻസ് അല്ലെ, ഇതൊക്കെ എന്താണ് ഇനീക്വാലിറ്റീസ് ഇൻ സ്കൂളിംഗിൽ കാണുന്നതാണ്. എന്തൊക്കെയാണ്? ജെൻഡർ ഇനീക്വാലിറ്റി, റേഷ്യൽ ഇനീക്വാലിറ്റി, സോഷ്യോ എക്കണോമിക് ക്ലാസ് ഇനീക്വാലിറ്റി, ഡിസാബിലിറ്റി ഇനീക്വാലിറ്റി ആൻഡ് അൺഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇമിഗ്രൻസ്. അതുപോലെ തന്നെ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള വേസുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Some ways to reduce inequality in education include improving access to schools, such as adding ramps or lifts for wheelchair users, giving equal treatment to all students, not discriminating students based on their caste, allowing all students to sit together. ഈ മെഷേഴ്സ് ഒക്കെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെ റെഡ്യൂസ് ചെയ്ത് വരും അല്ലെ. എന്തൊക്കെയാണ് വരിക? എന്താ, ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് കാസ്റ്റിന്റെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാ കുട്ടികളും ഒരുമിച്ചിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? ഈ ഇനീക്വാലിറ്റി ഇൻ സ്കൂളിംഗിൽ കുറച്ച് റെഡ്യൂസ് വരും. അതായത് ജെൻഡർ ഇനീക്വാലിറ്റി, റേഷ്യൽ ഇനീക്വാലിറ്റി, സോഷ്യോ എക്കണോമിക് ക്ലാസ് ഇനീക്വാലിറ്റി, ഡിസാബിലിറ്റി ഇനീക്വാലിറ്റി, അൺഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇമിഗ്രൻസ്, ഇതൊക്കെ കുറയാൻ സാധിക്കും അല്ലേ. The next topic, subtopic, causes of inequality in education. A large number of factors are responsible for inequality in respect of educational opportunities. Some of them are follows. Regional imbalance. First point, regional imbalance. Then poverty of parents, differential standards of educational institutions, differences in the home environment, gender disparity, disparity between the advantaged and disadvantaged. ഇതൊക്കെയാണ് എഡ്യൂക്കേഷനിൽ വരുന്ന ഇനിക്വാലിറ്റീസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ അല്ലെ. റീജിയണൽ ഇംബാലൻസ് ഇമ്പോർട്ടന്റ് ആണ്. പോവർട്ടി ഓഫ് പാരന്റ്സ് അല്ലെ, പാരന്റ്സിന് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പല സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ. അവർ ഒരുപാട് ഫീസ് കൊടുത്തിട്ട് പഠിക്കാണ്ടാവുമ്പോൾ ദാരിദ്ര്യം കാരണം നമ്മൾ കുട്ടികളെ പഠിക്കാൻ വിടില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ എന്താണ്, എഡ്യൂക്കേഷനിൽ ഇനീക്വാലിറ്റീസ് ഉണ്ടാവാം കാരണം. അതുപോലെ ജെൻഡർ, പിന്നെ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്, ഈ കാര്യങ്ങളൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, റൈറ്റ് ടു ഈക്വാലിറ്റി. ഈക്വാലിറ്റി എന്താണ്? ഈക്വാലിറ്റിക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? അതായത് 14 to 18 പറയുന്നതൊക്കെ എന്താണ്? ഈ ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ടു ഈക്വാലിറ്റി ഉള്ള ആർട്ടിക്കിൾസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഈക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, sex or place of birth. Then article 16 equality of opportunity in matters of public employment. Article 17 abolition of untouchability. Article 18 abolition of titles. These are the right to equality article from 14 to 18. The next, ways and means of equalizing educational opportunities. Educational opportunities എന്നുള്ള ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ways and means എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. യൂണിഫോം പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, കോമൺ സ്കൂൾ സിസ്റ്റം, removal of regional imbalance, give importance for girls' education, schools for the handicapped, education for the weaker section, abolition of the tuition fee, liberal scheme of scholarships, compulsory education up to secondary stage. These are the ways and means of equalizing educational opportunities. Then next, discrimination and marginalization in education. Educationൽ വരുന്ന discrimination, marginalization എന്താണെന്ന് നോക്കാം.
Marginalization and discrimination in education can occur when access to learning resources and opportunities is unfair. അല്ലെ, ലേണിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ്? അൺഫെയർ, ബിയാസ്ഡ് ഓർ ഫേവേർഡ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് മാർജിനലൈസേഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ വരുന്നത്, എഡ്യൂക്കേഷനിൽ വരുന്നത്. എന്തുകൊണ്ടൊക്കെയാണ്? ദ ലേണിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഈസ് അൺഫെയർ, ബിയാസ്ഡ് ഓർ ഫേവേർഡ്. This can happen based on factors like, ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിന് കാരണം? ജെൻഡർ, ജോഗ്രഫി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓർ പേഴ്സണൽ സർക്കംസ്റ്റൻസ്. എന്തൊക്കെയാണ്? ജെൻഡർ, ജോഗ്രഫി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓർ പേഴ്സണൽ സർക്കംസ്റ്റൻസസ്. Here are some ways that discrimination and marginalization in education we can check. Sport allotment, അതായത് sport allotment, poor teaching standards, curriculum, teacher-pupil ratio, racial and cultural injustice. These are the ways that discrimination and marginalization in education. To address discrimination and marginalization in education, efforts can be made to ensure that marginalized children stay in school, promote inclusive education, use supportive language with students, and create an environment that enables greater equity. ഇങ്ങനെ equity enable ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും എന്ത് ചെയ്യാം? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുത്ത് അവിടെ മാർജിനലൈസേഷനോ ഡിസ്ക്രിമിനേഷനോ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുക, എങ്കിലേ അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അവർക്ക് ഒരു ഗ്രേറ്റർ ഇക്വിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ.